എന്റെ എല്ലാ കമന്റ്സിന്റെ അടിയിലും നമ്മൾ കുറെ ദിവസമായിട്ട് കാണുന്ന കമന്റ്സും എല്ലാം ഒരൊറ്റ കാര്യമാണ്. ലെറ്റ് മീ ആസ്ക് യു ഓൺ യുവർ ഫേസ്, എന്തായിരുന്നു പുതപ്പിന്റെ അടിയിൽ? എന്റെ പ്രശ്നേട്ടാ കർത്താവെ, കുറെ കാലമായിട്ട് ഞാനത് സഹിക്കുന്നു. പുതപ്പിന്റെ അടിയിലൊന്നും ഇല്ലായിരുന്നു. പ്രദേശമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇനി പുറത്തിറങ്ങില്ലേ, അപ്പൊ യു ഹാവ് ടു വാച്ച് ഓൾ മൈ ഇന്റർവ്യൂസ്. അതിലൊക്കെ എല്ലാരും പറഞ്ഞു സംതിങ് അണ്ടർ ദ പുതപ്പ്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാം. ഒരു കാര്യം പറയട്ടെ, ആദില, നൂറ, അനുമോൾ, മൂന്നാൾക്കാർ ഒരു പുതപ്പിന്റെ ഉള്ളിലിരുന്നാണ്. അവർക്ക് എന്തിനാ പറഞ്ഞു ആ പുതപ്പ് ഞാൻ അവരോട് വെക്കാം. അല്ല, ഒരു പെണ്ണ് ലെസ്ബിയൻ കപ്പിളിന്റെ കൂടെ കിടക്കുമ്പോൾ അത് ശരിയല്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയില്ല. ഒരു ചെറുക്കനും പെണ്ണ് കിടന്നപ്പോ പ്രോബ്ലം. എനിക്ക് എത്ര ഫീൽ ചെയ്യുന്നറിയോ? അതും ഞങ്ങൾ മാത്രമല്ലായിരുന്നു, രന ഫാത്തിമ ഉണ്ടായിരുന്നു, പിന്നെ ശൈത്യ ഞങ്ങളുടെ കൂടെ കിടക്കുമായിരുന്നു. ഞങ്ങള് ഹൊറർ സ്റ്റോറീസ് പറയുമായിരുന്നു, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. പക്ഷെ സൊസൈറ്റി എന്ന് വെച്ചാൽ ചെറുക്കനും പെണ്ണും മാത്രം വളരെ സിമ്പിൾ അല്ലായിരുന്നു. കോംപ്ലിക്കേറ്റിംഗ്. കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ്, കോംപ്ലിക്കേഷൻ ആക്കരുത്. ക്വസ്റ്റ്യൻ വാസ് സിമ്പിൾ. എന്തായിരുന്നു പുതപ്പിന്റെ അടി? സ്റ്റോറീസ്. എനിക്ക് വിശ്വാസം വരുന്നില്ല.